ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് കുറച്ച് മീൻ കിട്ടിയേ. അതിൻ്റെ മുളകെല്ലാം തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴും ഓർക്കുന്നത് എയർ ഫ്രയറിൽ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചാലോ എന്ന്. ഇതിപ്പോൾ എയർ ഫ്രയറൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ആക്കുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീനിൻ്റെ ഇൻഗ്രീഡിയൻ്റൊക്കെ എല്ലാവരുടെയും ഒരുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടി പുരട്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചു. അത് അപ്പോഴത്തേന് മസാലയെല്ലാം പിടിക്കുമല്ലോ. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തിരിച്ചെടുത്ത് അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ, സാധാരണ വീട്ടിലൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കും, പക്ഷേ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല. പിന്നെ എയർ ഫ്രയറിൽ ഉപയോഗിക്കുമ്പോഴേ ഞാൻ ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്കിഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അതുപയോഗിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തുറന്നിട്ട് അകത്ത് ആദ്യം നമ്മൾ ഇച്ചിരി കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടേ മീൻ വെക്കാവുള്ളൂ. മീൻ വെക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് സ്പേസ് ഉണ്ടായിരിക്കണം, കാരണം എയർ പോകണമല്ലോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇടുക. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് ഓയിൽ, അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതെ, എന്തായാലും നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്നതിനെക്കാട്ടി ലാഭമാണ്, ഓയിലും ഹെൽത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിത് അടച്ചു വെക്കാം. ഇതിൻ്റെ അകത്ത് പ്രീസെറ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിത് ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ ചിഹ്നത്തിലാണ് നമ്മളവിടെ ചെല്ലേണ്ടത്. എൻ്റെ ഇത് ഫിലിപ്സിൻ്റെ ആണ്. അപ്പോൾ ഫിഷിൽ എൻ്റെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 200 ഹീറ്റിൽ 20 മിനിറ്റ്സ് ആണ്. പക്ഷേ 200 ഞാൻ ഇതിനൊന്നും ഉപയോഗിക്കാറില്ല, കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 185-ൽ 20 വെച്ചിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പം അപ്പം റെഡി ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം, കുറച്ചുകൂടെ വേണമെങ്കിൽ അതനുസരിച്ച് വെക്കാം. കാരണം പല മീനിനും പല വേവല്ലേ. എനിക്കങ്ങനെ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ, ഓരോ മീനിൻ്റെയും വേവ് എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ സ്ഥിരം വെക്കുന്ന ഒരേ തരം മീനാണെങ്കിൽ നമുക്ക് അതിനൊരു ഐഡിയ കിട്ടും, ഈ മീനിന് ഇത്ര ഇത് വേണമെന്നുള്ളത്. ഇപ്പോൾ ഇതൊരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി 6 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഇതൊന്ന് തുറന്ന് ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണാം. ഇതിൻ്റെ അവസ്ഥയിൽ നോക്കാൻ നേരത്ത് കണ്ടല്ലോ, ഇത് ഇപ്പോൾ വേണമെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് ഒന്നുകൂടെ വെക്കണമെങ്കിൽ ഒന്നും കൂടെ വെക്കാം. എനിക്കൊരു ഇച്ചിരി കൂടെ മൊരിയണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ പക്ഷേ ഇതിൻ്റെ ഹീറ്റ് കുറച്ച് 170-ലാക്കിയിട്ട് ഈ 6 മിനിറ്റ് കൂടെ വെച്ചു. ഇതേ ഇപ്പോൾ ഈ രീതിയിൽ കിട്ടി. ഇനി ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി കഴിച്ചാൽ മതി. അപ്പം എയർ ഫ്രയർ ഉപയോഗിക്കുന്നവരൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഫ്രൈ ചെയ്യുന്നത്? എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഒരു ലൈക്കും ഷെയറും, അതിന് പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.